ബാറക്കുമോർ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദ്യം മുതൽ നമ്മുടെ മേൽ തന്റെ കരുണയും മനോണെന്നേക്കുണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കാനുള്ള ഒരു മുഖാന്തരമാണ് പ്രാർത്ഥന. പ്രാർത്ഥനയിലൂടെ അനുഗ്രഹം പ്രാപിക്കാൻ എങ്ങനെ പ്രാർത്ഥിക്കണം? ദൈവം ആഗ്രഹിക്കുന്ന പോലെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുമെന്നത് ദൈവത്തിന്റെ വചനം നമുക്ക് വ്യക്തമായി വെളിപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിക്കാൻ നാം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നാം ചിന്തിക്കുകയാണ്. പ്രാർത്ഥന പല രീതിയിലുണ്ട്. പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ മനോഭാവമാണ് ദൈവം നോക്കുന്നത്. പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ സ്റ്റൈലോ, പ്രാർത്ഥനയുടെ വാക്കുകളോ, പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാവുന്ന അല്ലെങ്കിൽ ആ വാക്കുകളിലൂടെ ഉണ്ടാകുന്ന മനോഹാരിതയൊന്നും ദൈവം ശ്രദ്ധിക്കുന്നില്ല. ചിലപ്പോൾ ഒരു നെടുവീർപ്പായിരിക്കാം നമ്മുടെ പ്രാർത്ഥന. നമ്മുടെ പ്രാർത്ഥനയുടെ മനോഭാവമാണ് ദൈവം പലപ്പോഴും നോക്കുന്നത്. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന എങ്ങനെയാണ്, ഏത് മനോഭാവത്തോടെയാണെന്ന് നമ്മളൊന്ന് പരിശോധിച്ചാൽ ദൈവം ആഗ്രഹിക്കുന്ന പോലെ നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കും. വചനം പരിശോധിക്കുമ്പോൾ പ്രാർത്ഥിക്കേണ്ട വ്യക്തിക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു മനോഭാവമാണ്, ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, ദൈവം എൻ്റെ അപ്പനാണ് എന്നൊരു ബോധ്യം. കാരണം കർത്താവിന്റെ വചനം പറയുന്നു, റോമാലേഖനം 8-ാം അധ്യായം 17-ാം വാക്യത്തിൽ കർത്താവിന്റെ വചനം പറയുന്നു, നിങ്ങൾ മക്കളെങ്കിൽ അവകാശികളാണ്. ആരാണ് അപ്പൻ്റെ അവകാശി? മക്കളാണ്. നമ്മളെല്ലാവരും മക്കളാണ്. നമുക്ക് പറയാൻ സാധിക്കും, എൻ്റെ അപ്പൻ എന്തെല്ലാം ഉണ്ട് അതൊക്കെ എനിക്ക് സ്വന്തമാണ്, എനിക്ക് അവകാശപ്പെട്ടതാണ്. അങ്ങനെയാണെങ്കിൽ പിതാവായ ദൈവത്തിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും സ്വന്തമാക്കണമെങ്കിൽ നാം ദൈവത്തിൻ്റെ മകനാണ്, മകളാണെന്നൊരു ബോധ്യം നമുക്കുണ്ടായിരിക്കണം. ഇന്ന് പലപ്പോഴും ഈ ഒരു ബോധ്യമില്ലാത്തത് കൊണ്ട് പലപ്പോഴും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമുക്ക് ലഭിക്കേണ്ട അനുഗ്രഹം നമ്മൾ തന്നെ നഷ്ടപ്പെടുത്തുകയാണ്. അതുകൊണ്ട് അനുഗ്രഹം പ്രാപിക്കാൻ നാം പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ നമ്മുടെ മനോഭാവം, ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, മകളാണ്, ഞാൻ പ്രാർത്ഥിക്കുന്ന സ്വർഗത്തിലെ ദൈവം എൻ്റെ അപ്പനാണ്, എൻ്റെ പിതാവാണെന്നൊരു ബോധ്യം നമ്മുടെ ചങ്കിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് വേഗത്തിൽ ഉത്തരം കിട്ടും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. കർത്താവിന്റെ വചനം പറയുന്നു, ഗലാത്യലേഖനം 4-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ പുത്രനെങ്കിൽ ദൈവഹിതപ്രകാരം അവകാശികളാണ്. അപ്പൊ ദൈവഹിതമനുസരിച്ച് ആർക്കാണ് ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ അവകാശമായി ലഭിക്കുന്നത്? മക്കൾക്കാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ മകനാണെന്നുള്ളൊരു മനോഭാവത്തോടെ ദൈവത്തോട് ചോദിക്കണം, പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കാൻ നിൽക്കുന്ന ഒരു വ്യക്തിയുടെ മനോഭാവം, എൻ്റെ അപ്പൻ സ്വർഗത്തിലെ ദൈവം എൻ്റെ അപ്പനാണ്, ആ പിതാവായ ദൈവത്തിൻ്റെ മകനാണ് ഞാൻ. ആ ഒരു ബോധ്യമുള്ള വ്യക്തിയാണ് സ്വർഗത്തിലെ ദൈവത്തെ സ്വർഗസ്ഥനായ പിതാവേ എന്ന് വിളിക്കുന്നത്. നമ്മൾ എല്ലാ ദിവസവും എല്ലാ യാമപ്രാർത്ഥനയിലും നമ്മൾ കരങ്ങൾ വിരിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന്. പക്ഷേ ഈ പ്രാർത്ഥിക്കുന്ന ദൈവം എൻ്റെ അപ്പനാണ്, ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, മകളാണെന്നൊരു ബോധ്യം ഉള്ളിൽ ഉണ്ടോ എന്ന് നമ്മളൊന്ന് സ്വയം ഒന്ന് പരിശോധിക്കണം. ദൈവത്തിൻ്റെ മക്കൾക്കാണ് ദൈവത്തിൻ്റെ അവകാശം. അങ്ങനെയാണെങ്കിൽ നാം ദൈവത്തിൻ്റെ മകളാണോ, മകനാണോ, ആ ഒരു അവകാശത്തോടെയാണോ ഞാൻ പ്രാർത്ഥിക്കാൻ നിൽക്കുന്നത് എന്ന് സ്വയം ഒന്ന് പരിശോധിക്കേണ്ടത് ആവശ്യം. പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് നമ്മൾ സ്വയം ഒന്ന് പരിശോധിക്കണം, ഞാൻ ദൈവത്തിൻ്റെ മകനാണോ, ഞാൻ ദൈവത്തിൻ്റെ മകളാണോ? നമ്മൾ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് നമ്മളെല്ലാം ദൈവത്തിൻ്റെ മക്കളാണെന്നാണ്. കാരണം നമ്മൾ പലരും അഭിസംബോധന ചെയ്യുന്നത് ദൈവമക്കളെ, ദൈവത്തിൻ്റെ പ്രിയ ജനമേ, ദൈവ പൈതലെ, ദൈവമക്കളെ എന്നൊക്കെ വിളിച്ചാണ് നമ്മളെ സംബോധന ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ തന്നെ നമുക്കൊരു തോന്നുന്നുണ്ട്, ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, ഞാൻ ദൈവത്തിൻ്റെ മകളാണ്. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, എല്ലാവരും ദൈവത്തിൻ്റെ മക്കളല്ല. കർത്താവിന്റെ വചനം വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. 1 യോഹന്നാൻ 3-ാം അധ്യായം അതിന്റെ 10-ാം വാക്യത്തിൽ കർത്താവിന്റെ വചനം പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ മക്കളാരെന്നും പിശാചിന്റെ മക്കളാരെന്നും ഇതിനാൽ തെളിയുന്നു. അപ്പോൾ 2 തരം മക്കൾ ലോകത്തിലുണ്ട്. ഒന്ന് ദൈവത്തിൻ്റെ മക്കൾ, 2 പിശാചിന്റെ മക്കൾ. ദൈവത്തിൻ്റെ മക്കൾക്കാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം. പിശാചിന്റെ മക്കൾക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടണമെന്നില്ല. അപ്പ എന്ന് വിളിച്ചതുകൊണ്ട് അപ്പനാകണമെന്നില്ല, മകനാകണമെന്നില്ല. എന്നാൽ തിരിച്ചറിയുക, ഞാൻ ദൈവത്തിൻ്റെ യഥാർത്ഥത്തിൽ ഒരു മകനാണെങ്കിൽ, മകളാണെങ്കിൽ, ഞാൻ വിളിക്കുമ്പോൾ എൻ്റെ അപ്പൻ ഉത്തരം നൽകും. ഞാൻ വിളിക്കുമ്പോൾ വിളി കേൾക്കും. ദൈവത്തിൻ്റെ മകൻ അപ്പ എന്ന് വിളിച്ചാൽ ദൈവം വിളി കേൾക്കും. എന്നാൽ പിശാചിന്റെ മക്കൾ അപ്പ എന്ന് വിളിച്ചാൽ ദൈവം വിളി കേൾക്കില്ല, ആ വിളി കേൾക്കുന്ന പിശാചായിരിക്കും.
അതുകൊണ്ട് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നാം മക്കളെന്നുള്ള അവകാശത്തിൽ നിന്നുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. അതിനെക്കുറിച്ച് കർത്താവായ യേശുക്രിസ്തു പഠിപ്പിക്കുന്ന ഒരു ഉപമയുണ്ട്. വിശുദ്ധ മത്തായി ശ്രീ രക്ഷാസുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 9, 10, 11 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. മകൻ അപ്പം ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുന്ന മനുഷ്യൻ നിങ്ങളിൽ ആരെങ്കിലും ഉണ്ടോ? മക്കൾ അപ്പം ചോദിച്ചാൽ കല്ലെടുത്ത് കൊടുക്കുന്ന അപ്പന്മാര് ആരെങ്കിലും ഉണ്ടോ? വീണ്ടും ചോദിക്കുകയാണ്. മീൻ ചോദിച്ചാൽ അവന് പാമ്പിനെ കൊടുക്കുമോ? വീണ്ടും അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് ചോദിക്കുന്നവർക്ക് പ്രാർത്ഥിക്കുന്നവർക്ക് നന്മ എത്രയോ അധികം നന്മ കൊടുക്കും. ചേർത്ത് പറഞ്ഞേ ഹല്ലേലൂയ. ശ്രദ്ധിക്കുക, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ ആ വ്യക്തിക്ക് ഉണ്ടായിരിക്കുന്ന മനോഭാവമാണ് ഞാൻ ദൈവത്തിന്റെ മകനാണ്, ഞാൻ മകളാണ്. കാരണം മക്കൾക്കാണ് അപ്പന്റെ അവകാശം. ഒരു ദുഷ്ടനായ അപ്പനാണെങ്കിൽ പോലും തൻ്റെ മക്കൾക്ക് നല്ലത് വരണമെന്ന് മാത്രം ആഗ്രഹിക്കുന്നു. ഒരു ദുഷ്ടനായ അപ്പൻ തൻ്റെ മക്കൾക്ക് നല്ലത് വരണമെന്ന് മാത്രം ആഗ്രഹിക്കുന്നു. ചേർത്ത് പറഞ്ഞേ ഹല്ലേലൂയ. ഒരിക്കൽ ഒരു സംഭവം ഞാൻ പറഞ്ഞു കേട്ടത് ഇങ്ങനെയാണ്. ഒരപ്പൻ തൻ്റെ മകനെ തെങ്ങിൽ കെട്ടിയിട്ട് തല്ലിയ. അപ്പൊ ഇത് കേട്ടുകൊണ്ട് നാട്ടുകാർ ഓടിക്കൂടി. ഈ മകൻ വാ വിട്ട് കരയുകയാണ്. അപ്പൊ നാട്ടുകാർ ചോദിച്ചു, നിന്റെ സ്വന്തം മകനെ നീ ഇങ്ങനെ തല്ലുന്നത് എന്തിനാ? അവൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? ഈ മനുഷ്യൻ പറയാണ്, ഞാൻ നോക്കുമ്പോൾ ഇവനൊരു ബീഡിക്കുറ്റി എടുത്ത് വലിക്കുക. സ്വന്തം മകൻ നിലത്ത് കിടന്നൊരു ബീഡിക്കുറ്റി എടുത്ത് വലിക്കുന്നത് കണ്ടുകൊണ്ട് ഈ അപ്പൻ അവനെ തെങ്ങിൽ കെട്ടിയിട്ട് തല്ല, ഇനി മേലാൽ ഇത് ആവർത്തിക്കരുതെന്ന് പറഞ്ഞു. അപ്പൊ ഈ നാട്ടുകാർ ചോദിച്ചു, ഈ ബീഡിക്കുറ്റി എവിടെ നിന്ന് കിട്ടിയത്? ഈ അപ്പൻ വലിച്ചിട്ടതാ. അപ്പൻ വലിച്ചിട്ട ബീഡിക്കുറ്റി മകനെടുത്ത് വലിച്ചിട്ട് മകനെ അപ്പൻ ശിക്ഷിക്കുക. ഈ അപ്പൻ ചെയ്യുന്ന തെറ്റ് മകൻ ഒരിക്കലും ചെയ്യരുത് എന്ന് ഈ അപ്പൻ ആഗ്രഹിക്കുന്നു. ഈ അപ്പൻ പാപം ചെയ്യുന്ന അല്ലെങ്കിൽ പുകവലിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ തൻ്റെ മകൻ ഒരിക്കലും ഈ പുകവലിക്കരുത്, തെറ്റ് ചെയ്യരുതെന്ന് ആഗ്രഹിക്കുന്ന ഈ അപ്പൻ എന്ത് ചെയ്യുന്നു? തൻ്റെ മകനെ ശിക്ഷിക്കുക. അങ്ങനെയാണെങ്കിൽ ദുഷ്ടരായ നിങ്ങളുടെ മക്കൾക്ക് നല്ലത് മാത്രം വരണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ്, നന്മ മാത്രം ആഗ്രഹിക്കുന്ന സ്വർഗത്തിലെ ദൈവം, അനുഗ്രഹം മാത്രം നൽകണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവം, നിങ്ങളുടെ ജീവിതത്തിൽ സൗഖ്യവും സന്തോഷവും സമാധാനവും അഭിവൃദ്ധിയും ഉയർച്ചയും ലഭിക്കണമെന്ന് മാത്രം ആഗ്രഹിക്കുന്ന ദൈവം നിങ്ങൾക്ക് എന്തുമാത്രം നന്മകൾ നൽകാതിരിക്കും? നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ സ്വർഗത്തിലെ അപ്പൻ അവൻ സ്നേഹമുള്ള, കരുണയുള്ള, ദയുള്ള, ആർദ്രതയുള്ള സ്വർഗത്തിലെ ദൈവം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങളെ നൽകണമെങ്കിൽ നമ്മുടെ മനോഭാവം, ഞാൻ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അപ്പൻ്റെ മകനാണ്, സ്വർഗത്തിലെ ദൈവം എൻ്റെ അപ്പനാണ്, ഞാൻ ദൈവത്തിൻ്റെ മകനാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ദൈവവൈതൽ ദൈവ മകൻ, മകൾ എന്നുള്ള ആ സ്ഥാനത്തേക്ക് നിൽക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം, ആ സ്ഥാനത്ത് നിന്നോട് ചോദിക്കുമ്പോഴാണ്, പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നത്. ഇവിടെ വചനം പറയുന്നു, തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ അധികം നന്മകൾ ദൈവം നൽകാതിരിക്കും. അതുകൊണ്ട് നാം ദൈവത്തിൻ്റെ മകനായി, മകളായി തീർന്നാൽ മാത്രമേ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് സ്വർഗത്തിലെ ദൈവം വേഗത്തിൽ ഉത്തരം തരികയുള്ളൂ. അതിനെന്ത് ചെയ്യണം? നാം ദൈവത്തിൻ്റെ മകനാണ്, മകളാണെന്നുള്ള ആ സ്ഥാനത്ത് എത്തണം. 2 തരം മക്കളുണ്ട്, ദൈവത്തിൻ്റെ മക്കൾ, പിശാചിൻ്റെ മക്കൾ. അങ്ങനെയാണ് ഞാൻ ആരുടെ മകനായിരിക്കും? വചനം പറയുന്നു, ദൈവത്തിൻ്റെ മക്കളാരെന്നും പിശാചിൻ്റെ മക്കളാരെന്നും ഇതിനാൽ തെളിയുന്നു. നമ്മൾ തിരിച്ചറിയണം, ഞാൻ ആരുടെ മകനാണ്, മകളാണ് തിരിച്ചറിയണം. ഞാൻ പിശാചിൻ്റെ മകനാണ് എങ്കിൽ ഒരിക്കലും എൻ്റെ പ്രാർത്ഥനയ്ക്ക് സ്വർഗത്തിൽ ദൈവം ഉത്തരം നൽകുകയില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ദൈവത്തിൻ്റെ മകനായി തീരണം, മകളായി തീരണം. അതിനെന്ത് ചെയ്യണം? പിശാചിൻ്റെ മക്കളായ ഒരു വ്യക്തിക്ക് എങ്ങനെ ദൈവത്തിൻ്റെ മക്കളായി തീരാൻ സാധിക്കും? അത് അറിയുമ്പോഴാണ് ആ വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നത്. ആ ഒരു ദൈവത്തിൻ്റെ മകൻ എന്നുള്ള അവകാശത്തിൽ വരുമ്പോഴാണ് അനുഗ്രഹം ലഭിക്കുന്നത്. അതുകൊണ്ട് നാം പ്രാർത്ഥിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ മകനാണോ, മകളാണോ എന്ന് സ്വയം ഒന്ന് ആത്മശോധന ചെയ്ത്, ഞാൻ എപ്പോഴെങ്കിലും പിശാചിൻ്റെ മകനായി, മകളായി മാറിയിട്ടുണ്ടെങ്കിൽ
ദൈവത്തിൻ്റെ മകളായി തീരണം, അതിനെന്ത് ചെയ്യണം? അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ആ ഒരു മനോഭാവത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് സ്വർഗത്തിൽ ദൈവം വേഗത്തിൽ ഉത്തരം നൽകും. അതുകൊണ്ട് പരിശോധിക്കാം, ഒരു വ്യക്തിക്ക് എങ്ങനെ ദൈവ പൈതലായി തീരാൻ സാധിക്കും? ആരാണ് ദൈവത്തിൻ്റെ പൈതൽ? കർത്താവിന്റെ വചനം പരിശോധിക്കുമ്പോൾ ഗലാത്യ ലേഖനം 3-ാം അധ്യായം 26-ാം വാക്യത്തിൽ അവിടെ അപ്പോസ്തലനായ പൗലോസ് വ്യക്തമായിട്ട് വെളിപ്പെടുന്നുണ്ട്, യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാകുന്നു. അപ്പോൾ ആരാണ് ദൈവത്തിൻ്റെ മക്കൾ? യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവനും അവൻ ദൈവത്തിൻ്റെ മകനാണ്, ദൈവത്തിൻ്റെ മകളാണ്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? യേശുവിൻ്റെ ദൈവമാണ്, യേശുവിൻ്റെ കർത്താവാണെന്ന് വിശ്വസിച്ച് ഏറ്റുപറയുന്ന ഒരു വ്യക്തി, ആ വ്യക്തി ദൈവത്തിൻ്റെ മകനാണ്, മകളാണ്. ആ വ്യക്തിയുടെ പ്രാർത്ഥന സ്വർഗം തുളച്ചു കയറും. ആ വ്യക്തിയുടെ പ്രാർത്ഥനയ്ക്ക് സ്വർഗത്തിലെ അപ്പൻ ഉത്തരം നൽകും. അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്, കർത്താവേ അവിടുന്ന് എൻ്റെ ദൈവമാണ്, യേശുവേ അവിടുന്ന് എൻ്റെ കർത്താവാണ്, എൻ്റെ ദൈവമാണെന്ന് വിശ്വസിച്ച് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ദൈവ പൈതലായി മാറുകയാണ്. ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കും. വീണ്ടും അതിനെ പരിശോധിക്കുമ്പോൾ ആരാണ് പിശാചിന്റെ മകൻ എന്ന് കർത്താവിന്റെ വചനം വ്യക്തമായിട്ട് വെളിപ്പെടുന്നുണ്ട്. 1 യോഹന്നാൻ 1:8 പറയുന്നു, പാപം ചെയ്യുന്ന ഏവനും, അവൻ ഏത് ജാതിയിലോ മതത്തിലോ വർണ്ണത്തിലോ വർഗത്തിലോ ഭാഷയിലോ ഗോത്രത്തിലോ ഏത് വ്യക്തിയായിക്കോട്ടെ, പാപം ചെയ്യുന്ന ഏവനും പിശാചിന്റെ മകൻ ആകുന്നു. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാണെന്ന് വചനം പറയുമ്പോൾ പാപം ചെയ്യാത്തതായിട്ട് ആരാ ഉള്ളത്? വചനം പറയുന്നു, നീതിമാനായ ആരുമില്ല, ഒരുവൻ പോലുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവത്തിൻ്റെ തേജസ് നഷ്ടമായി. അങ്ങനെയാണെങ്കിൽ എല്ലാവരും പാപികളാണെങ്കിൽ ഞാനും പാപിയാണ്. ഞാൻ പാപിയാണെങ്കിൽ ഞാൻ ആരുടെ മകനാ? പിശാചിന്റെ മകനാ. വചനം പറയുന്നു, പാപം ചെയ്യുന്ന ഏവനും പിശാചിന്റെ മകനാ. അങ്ങനെയാണെങ്കിൽ പിശാചിന്റെ മകനായ, പാപം ചെയ്ത് പിശാചിന്റെ സന്തതിയായി എനിക്ക് ദൈവത്തിൻ്റെ സന്തതിയായി തരാൻ എന്താണ് മുഖാന്തരം? പാപം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക. നാം പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ്, ദൈവമേ ഞാനൊരു പാപിയാണെന്ന് സ്വയം സമ്മതിക്കണം. കർത്താവായ യേശുവേ അവിടുന്ന് എൻ്റെ ദൈവമാണ്, എൻ്റെ കർത്താവാണെങ്കിൽ ഞാനൊരു പാപിയാണെന്ന് സമ്മതിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുമ്പോൾ ഞാൻ ദൈവത്തിൻ്റെ പൈതലായി മാറുന്നു, ഞാൻ ദൈവത്തിൻ്റെ മകനായി മകളായി മാറുന്നു. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എൻ്റെ പ്രാർത്ഥനയ്ക്ക് വേഗത്തിൽ ഉത്തരം തരും. വീണ്ടും ഒരു ദൈവപൈതലായി തീരുവാനുള്ള യോഗ്യത, 3-ാമത്തെ കാര്യം ശ്രദ്ധിക്കുക, ശത്രുക്കളെ സ്നേഹിച്ച് ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവിടെ അവർ ദൈവമക്കളായി തീരുകയാണ്. പ്രധാന വചനം പരിശോധിക്കുമ്പോൾ വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ രക്ഷാസുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 44-45 വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തു പഠിപ്പിക്കുന്നുണ്ട്, ഞാനോ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന്, സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് നിങ്ങൾ പുത്രന്മാരായി പുത്രിമാരായി തീരേണ്ടതിന് തന്നെ ഇങ്ങനെ ചെയ്യുവനെന്ന് യേശുക്രിസ്തു പഠിപ്പിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിച്ച് നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ആരായി മാറുന്നു? ദൈവത്തിൻ്റെ മക്കളായി തീരുന്നു. ഇപ്പോഴും ക്ഷമിക്കാൻ കഴിയാത്ത, മറക്കാൻ കഴിയാത്ത, വെറുപ്പും ഹൃദയത്തിൽ വെറുപ്പും വിദ്വേഷവും വാശിയും വൈരാഗ്യമുള്ള അനേകം വ്യക്തികൾ നമ്മുടെ ഹൃദയത്തിലില്ലേ? അവരോടെല്ലാം ക്ഷമിച്ച് സ്നേഹിച്ച് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ദൈവത്തിൻ്റെ മകനായി മകളായി മാറി. അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ സ്വർഗത്തിൽ ദൈവം എൻ്റെ അപ്പനായി തീരണമെങ്കിൽ, ഞാൻ ദൈവത്തിൻ്റെ മകനായി തീരണമെങ്കിൽ എനിക്കാരോടെങ്കിലും എന്തെങ്കിലും കയ്പോ വെറുപ്പോ വിദ്വേഷം ഉണ്ടെങ്കിൽ ഞാൻ ക്ഷമിച്ച് സ്നേഹിച്ച് ഞാൻ ആ വ്യക്തിയെ അനുഗ്രഹിച്ച്, എൻ്റെ ശത്രുവിനെ ഞാൻ സ്നേഹിച്ച് അനുഗ്രഹിച്ച് ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ദൈവത്തിൻ്റെ പൈതലായി മാറുന്നു. സ്വർഗത്തിലെ ദൈവം എൻ്റെ അപ്പനായി മാറുന്നു. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ദൈവം ഉത്തരം നൽകും. എൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം നൽകും. വീണ്ടും കർത്താവായ യേശുക്രിസ്തു നമ്മളെ പഠിപ്പിക്കുന്ന മറ്റൊരു കാര്യമാണ്, ദൈവ പൈതലായി തീരുവാൻ നാം ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ്, ഞാൻ യേശുക്രിസ്തുവിനെ കൈക്കൊള്ളണം, സ്വന്തമാക്കണം. ആരാണ് ദൈവത്തിൻ്റെ പൈതൽ എന്ന് ചോദിച്ചാൽ കർത്താവിന്റെ വചനം വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ യോഹന്നാൻ രക്ഷാസുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം കർത്താവിന്റെ വചനം പറയുന്നു, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവനും, അവൻ ഏത് ജാതിയിലോ മതത്തിലോ ഏത് വ്യക്തിയായിക്കൊള്ളട്ടെ, യേശുക്രിസ്തുവിനെ കൈക്കൊള്ളുന്ന ഏവനും ദൈവത്തിൻ്റെ മക്കളെന്നുള്ള അവകാശം, അധികാരം നൽകിയിരിക്കുക. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവനും ദൈവമക്കളായി തീരുവാൻ ദൈവം അവന് അധികാരം നൽകിയിരിക്കുക. അങ്ങനെയാണെങ്കിൽ യേശുവിനെ
കൈക്കൊള്ളണം, യേശുവിനെ സ്വന്തമാക്കണം. യേശുവിനെ കർത്താവും ദൈവവുമായി ഹൃദയത്തിൽ സ്വീകരിക്കുന്ന ഒരു വ്യക്തിക്ക്, അതായത് യേശുവിനെ സ്വീകരിക്കാനുള്ള മുഖാന്തരമാണ് യേശു പറഞ്ഞു, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും. ആരാണ് ദൈവത്തിൻ്റെ പൈതൽ? യേശു ക്രിസ്തുവിനെ ചങ്കിൻ്റെ ഉള്ളിൽ വിശുദ്ധ കുർബാനയിലൂടെ യേശുവിൻ്റെ ശരീരരക്തങ്ങൾ അനുഭവിക്കുന്ന ഒരു വ്യക്തി ആരാണ്? ദൈവത്തിൻ്റെ പൈതലാണ്. നീ ഒരു വിശുദ്ധ കുർബാന അനുഭവിച്ചു കഴിഞ്ഞ് കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, അവിടെ നിൻ്റെ ഹൃദയത്തിലുണ്ട്, ഞാൻ ദൈവത്തിൻ്റെ മകനാ, ഞാൻ ദൈവത്തിൻ്റെ മകളാ, ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് അപ്പാ പിതാവേ അവിടുന്ന് വേഗത്തിൽ ഉത്തരം നൽകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് നാം പ്രാർത്ഥിക്കുന്ന സകല പ്രാർത്ഥനയ്ക്കും ദൈവം വേഗത്തിൽ ഉത്തരം ലഭിക്കും, ഉത്തരം നൽകും. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന സ്വീകാര്യമായ ഒരു പ്രാർത്ഥനയാണ്. വിശുദ്ധ കുർബാന സ്വീകരിച്ച് കഴിഞ്ഞിട്ടുള്ള പ്രാർത്ഥന. നമ്മൾ സാധാരണ വിശുദ്ധ കുർബാന കഴിഞ്ഞിട്ട് വല്ലതും പ്രാർത്ഥിക്കാറുണ്ടോ? വിശുദ്ധ കുർബാന സ്വീകരിച്ച് നമ്മൾ ഓടുക, എങ്ങോട്ടാ? എത്രയും പെട്ടെന്ന് വീട്ടിലെത്തണം. നമ്മുടെ മറ്റുള്ള ലോകപ്രകാരമായ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഓടുകയാണ്. എന്നാൽ ഈ വിശുദ്ധ ബലിയിലൂടെ എനിക്ക് വേണ്ടി മുറിക്കപ്പെട്ട്, എനിക്ക് വേണ്ടി തകർക്കപ്പെട്ട്, എൻ്റെ അതരത്തിലൂടെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വന്നത് എൻ്റെ യേശുവാണ്, എൻ്റെ ദൈവമാണ്, എൻ്റെ കർത്താവാണെന്ന് വിശ്വസിച്ച് ആ ദൈവസന്നിധിയിൽ നാം അപേക്ഷകൾ, പ്രാർത്ഥനകൾ സമർപ്പിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് വേഗത്തിൽ ഉത്തരം ലഭിക്കും. വീണ്ടും ഒരു വ്യക്തി പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ ആ വ്യക്തി ദൈവവൈതനായി തീരണമെങ്കിൽ, ദൈവത്തിൻ്റെ മകന് മകളായി തീരണമെങ്കിൽ ആ വ്യക്തി ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിയായി മാറണം. കർത്താവിന്റെ വചനം വ്യക്തമായിട്ട് വെളിപ്പെടുന്നുണ്ട്. റോമാലേഖനം 8-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറയുന്നു, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഏവനും ദൈവത്തിൻ്റെ മക്കളാകുന്നു. അപ്പൊ ദൈവമക്കളായി തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടണം. നമുക്കറിയാം, നമ്മൾ വിശുദ്ധ മാമോദീസായിലൂടെ, സ്ഥൈര്യലേപനത്തിലൂടെ നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം സ്വീകരിച്ചതാണ്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം സ്വീകരിച്ചവരാണ് മാമോദീസ സ്വീകരിച്ചപ്പോൾ. പിന്നെ മറ്റു കൂദാശകളിലൂടെ എല്ലാം പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നാം സ്വീകരിക്കുന്നുണ്ട്. എന്നാൽ ഈ സ്വീകരിച്ച പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണോ അതോ ജഡത്താൽ നയിക്കപ്പെടുന്ന വ്യക്തിയാണോ? പരിശുദ്ധാത്മാവിനെ നയിക്കപ്പെടുന്ന ഒരു വ്യക്തി ആരാണ്? ദൈവത്തിൻ്റെ വചനം പറയുന്നു, അവൻ ദൈവത്തിൻ്റെ പൈതലാണ്, ദൈവത്തിൻ്റെ മകനാണ്, മകളാണ്. അങ്ങനെയാണെങ്കിൽ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ മക്കളാകുന്നു എന്ന് കർത്താവിന്റെ വചനം പഠിപ്പിക്കുമ്പോൾ ഞാൻ ആരാണ്? എൻ്റെ ജഡത്തിൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് ഞാൻ ജീവിക്കുന്ന വ്യക്തിയാണോ അതോ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണോ ഞാനെന്ന് സ്വയം ഒന്ന് പരിശോധിക്കണം. ഞാൻ ജഡത്തിനനുസരിച്ച് ജീവിക്കുന്ന വ്യക്തിയാണ്, ഞാൻ പിശാചിൻ്റെ മകനാണ്. വചനം പറയുന്നു, ആത്മാവിനാൽ, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവനാണ് ദൈവത്തിൻ്റെ മക്കൾ. അങ്ങനെയാണെങ്കിൽ ജഡത്തിൻ്റെ ആഗ്രഹങ്ങളെ നശിപ്പിച്ച്, ജഡത്തിൻ്റെ പ്രവൃത്തികളെ ഉപേക്ഷിച്ച് ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാനെങ്കിൽ ഞാനൊരു ദൈവപൈതലായി മാറുകയാണ്. ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് സ്വർഗത്തിലെ ദൈവം വേഗത്തിൽ ഉത്തരം നൽകുകയാണ്. അതുകൊണ്ട് നാം ദൈവപൈതലായി തീരുവാൻ, ദൈവത്തിൻ്റെ മകനായി മകളായി മാറുവാൻ ദൈവാത്മാവിനാൽ നയിക്കപ്പെടണം. വീണ്ടും കർത്താവിന്റെ വചനം വ്യക്തമായിട്ട് വെളിപ്പെടുത്തുന്നുണ്ട്, സമാധാനമുണ്ടാക്കുന്നവർ ദൈവത്തിൻ്റെ മക്കൾ എന്ന് വിളിക്കപ്പെടുന്നു. കർത്താവിന്റെ വചനം പറയുന്നു, മത്തായി സുവിശേഷം 5-ാം അധ്യായം 9-ാം വാക്യത്തിൽ പറയുന്നു, സമാധാനമുണ്ടാക്കുന്നവർ, അതായത് മറ്റുള്ളവർക്ക് സമാധാനം ലഭിക്കുന്ന വാക്കുകൾ പറയുന്നവർ ദൈവത്തിൻ്റെ മക്കളായിത്തീരുന്നു. ഇന്ന് നമ്മൾ മറ്റുള്ളവർക്ക് സമാധാനം നൽകുന്ന വ്യക്തിയാണോ അതോ നമ്മൾ പറയുന്ന വാക്കിലൂടെ, നമ്മൾ പ്രവർത്തിക്കുന്ന പ്രവൃത്തിയിലൂടെ മറ്റുള്ളവരുടെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന വ്യക്തിയാണോ? ഇന്ന് പലപ്പോഴും പലരും മറ്റുള്ളവർക്ക് സമാധാനം നഷ്ടപ്പെടുത്തുന്ന വ്യക്തികളായി. ഇന്നൊരു കുടുംബത്തിൽ സമാധാനം നഷ്ടപ്പെടാനുള്ള ഏറ്റവും വലിയൊരു മുഖാന്തരമാണ് പറയുന്ന വാക്കുകൾ. പറയുന്ന വാക്കുകൾ മറ്റുള്ളവർക്ക് മുറിവേൽക്കുന്ന, മറ്റുള്ളവരെ മുറിപ്പെടുന്ന വാക്കുകൾ പറയുമ്പോൾ അവിടെ സമാധാനം നഷ്ടപ്പെടുകയാണ്. ഇന്ന് വർഷങ്ങളായിട്ട് സംസാരിക്കാതിരിക്കുന്ന ചില വ്യക്തികളുടെ ജീവിതം പരിശോധിച്ചാൽ, അവർ ചില കൗൺസിലിങ്ങിലൊക്കെ വരുമ്പോൾ വർഷങ്ങളായിട്ട് സംസാരിക്കാതിരിക്കുന്ന വ്യക്തികളുടെ പ്രശ്നം പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും, അന്ന് പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, ആ വാക്ക് ഹൃദയത്തിൽ മുറിവായി, ആ മുറിവ് വേദനയായി, വേദന വെറുപ്പായി, പിന്നെ പരസ്പരം മിണ്ടാതെ സംസാരിക്കാതെ വെറുപ്പും വൈരാഗ്യവും വിദ്വേഷവുമായിട്ട് ജീവിതം തള്ളി നീക്കുകയാണ്. തിരിച്ചറിയുക, മറ്റുള്ളവർക്ക് മുറിവ് നൽകുന്ന, മറ്റുള്ള സമാധാനത്തെ കെടുത്തിക്കളയുന്ന വാക്കുകൾ സംസാരിക്കുന്ന വ്യക്തിയാണ് എങ്കിൽ ദൈവപൈതലാണെന്ന് നിനക്ക് അവകാശം പറയാൻ അർഹതയില്ല. അതുകൊണ്ട് ഞാൻ പറയുന്ന വാക്കുകൾ മറ്റുള്ളവർക്ക് അനുഗ്രഹമാണോ? അതിനെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. എഫേസ്യ ലേഖനം 4-ാം അധ്യായം അതിന്റെ 29-ാം വാക്യത്തിൽ പറയുന്നു, കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന്, ആത്മീക വർധനവിനായി,
നല്ല വാക്കല്ലാതെ ആകാത്ത വാക്കുകളൊന്നും നീ പറയരുത് എന്ന് കർത്താവിന്റെ വചനം വ്യക്തമായിട്ട് വെളിപ്പെടുത്തുക. മറ്റുള്ളവർക്ക് ആത്മീക വർധന ഉണ്ടാക്കുന്ന വാക്കുകളാണോ ഞാൻ പറയുന്നത്, അതോ മറ്റുള്ളവർക്ക് വേദന ഉണ്ടാക്കുന്ന, മറ്റുള്ളവരുടെ സമാധാനം കെടുത്തിക്കളയുന്ന, മറ്റുള്ളവരുടെ സന്തോഷം നഷ്ടപ്പെടുത്തുന്ന വാക്കുകളാണോ ഞാൻ പറയുന്നത് എന്ന് സ്വയം ഒന്ന് പരിശോധിക്കുക. നാവിന് കടിഞ്ഞാണിട്ട് നല്ലത് മാത്രം സംസാരിക്കുന്ന, മറ്റുള്ളവർക്ക് നന്മ മാത്രം സംസാരിക്കുന്ന, മറ്റുള്ളവർക്ക് അനുഗ്രഹമുണ്ടാകുന്ന വാക്കുകൾ സംസാരിക്കുന്ന ഒരു വ്യക്തിയായി മാറുമ്പോൾ ഞാൻ ഒരു ദൈവ പൈതലായി മാറുകയാണ്. അങ്ങനെ ആ ഒരു അനുഭവത്തിൽ നിന്നുകൊണ്ട് ആ ഒരു മനോഭാവത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥനയ്ക്ക് സ്വർഗത്തിൽ ദൈവം വേഗത്തിൽ ഉത്തരം നൽകും. വീണ്ടും വിശുദ്ധ ലൂക്കോസിന്റെ രക്ഷാസുവിശേഷം 6-ാം അധ്യായം അതിന് 33 മുതലുള്ള വാക്യങ്ങൾ പരിശോധിക്കാം. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 33 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. നിങ്ങൾക്ക് നന്മ ചെയ്യുന്നവർക്ക് നന്മ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് നിങ്ങൾ നന്മ ചെയ്യുന്നവർക്ക് തിരിച്ച് നന്മ ചെയ്താൽ നിങ്ങൾക്ക് എന്തു പ്രയോജനം? വീണ്ടും പാപികളും അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. വീണ്ടും മടക്കി വാങ്ങിക്കൊള്ളാമെന്ന് നിങ്ങൾ ആശിക്കുന്നവർക്ക് കടം കൊടുത്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? തിരികെ മേടിക്കാമെന്ന് വിചാരിച്ച് നിങ്ങൾ ആർക്കെങ്കിലും കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് പ്രയോജനം? പാപികളും അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, അവർക്ക് നന്മ ചെയ്യുവിൻ, ഒന്നും പകരം ഇച്ഛിക്കാതെ കടം കൊടുപ്പിൻ. അങ്ങനെ ചെയ്താൽ ആരായി മാറുമെന്ന കർത്താവിന്റെ വചനം പറയുന്നത്, നിങ്ങൾ അത്യുന്നതന്റെ മക്കളാകും. നിങ്ങൾ ദൈവത്തിന്റെ മക്കളാകും. സ്വർഗത്തിലെ ദൈവത്തിന്റെ മക്കളായി തീരുവാൻ, ദൈവ പൈതലായി തീരുവാൻ എന്ത് ചെയ്യണം? മറ്റുള്ളവർക്ക് ദാനം ചെയ്യണം. എങ്ങനെ ദാനം ചെയ്യണം എന്നാ കർത്താവിന്റെ വചനം പറയുന്നത്? ഒരിക്കൽ പോലും തിരികെ ലഭിക്കുമെന്ന് വിചാരിക്കാതെ കൊടുക്കണം. പലപ്പോഴും നമ്മൾ ദാനം ചെയ്യുന്നത് എങ്ങനെയാ? നമ്മൾ മറ്റുള്ളവർക്ക് കടം കൊടുക്കും. എന്തിനാ? ഞാൻ പറഞ്ഞ ദിവസം, പറഞ്ഞ ഡേറ്റില്, പറഞ്ഞ സമയത്ത് എനിക്ക് തിരികെ തന്നെ. ഇങ്ങനെ നമ്മൾ കടം കൊടുക്കുന്നത്. അത് കിട്ടിയില്ലെങ്കിലോ പിന്നെ കേസായി, വഴക്കായി, പിന്നെ വെറുപ്പായി, വിദ്വേഷമായി, വാശിയായി, വൈരാഗ്യമായി, പിന്നെ അവരുമായിട്ടൊരു ബന്ധമില്ല. ഇന്ന് പലപ്പോഴും നമ്മൾ ചെയ്യുന്നത്, നമ്മൾ മടക്കി കിട്ടാൻ വേണ്ടിയ കടം കൊടുക്കുന്നത്. എന്നാൽ യേശു ക്രിസ്തു പഠിപ്പിക്കുന്നത് അങ്ങനെയല്ല. മടക്കി തരാൻ നിവൃത്തിയില്ലാത്തവർക്ക് കടം കൊടുക്കണം. ഈ മടക്കി തരാൻ നിവൃത്തിയില്ലാത്ത വ്യക്തികൾ ആരാ? സാധുക്കൾ, അനാഥർ, പാവപ്പെട്ടവർ, മറ്റൊരു വ്യക്തിയുടെ സഹായം കൂടാതെ ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത വ്യക്തികളെ അവർക്ക് നമ്മൾ ദാനം ചെയ്യുമ്പോൾ, അവർക്ക് നമ്മൾ കടം കൊടുക്കുമ്പോൾ, അവർക്ക് നമ്മൾ വായ്പ കൊടുക്കുമ്പോൾ നാം ദൈവത്തിൻ്റെ മക്കളായി മാറുകയാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അങ്ങനെ ഒരു വ്യക്തിയുടെ പ്രാർത്ഥനയാണ് സ്വർഗത്തിലെത്തുന്നത്. അങ്ങനെയുള്ള വ്യക്തി അപ്പാന്ന് വിളിക്കുമ്പോഴാണ് സ്വർഗത്തിലെ ദൈവം വിളി കേൾക്കുന്നത്. പലപ്പോഴും നമ്മുടെ മനോഭാവം എന്താ? നമുക്ക് സ്വാർത്ഥതയാണ്. മറ്റുള്ളവർക്ക് കടം കൊടുക്കാൻ, അതായത് പാവപ്പെട്ടവർക്ക് ദാനം ചെയ്യാൻ നമുക്ക് മനസ്സില്ലാത്തത് കൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ മക്കളെന്നുള്ള അവകാശം നഷ്ടപ്പെടുന്നതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് സ്വർഗത്തിൽ ദൈവം ഉത്തരം തരുന്നില്ല. കാരണം നമ്മൾ മക്കളെന്നുള്ള അവകാശത്തിലല്ല പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് ഈ സമയം ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, ഞാൻ ദൈവത്തിൻ്റെ പൈതലാണെന്നുള്ള ഉറപ്പോടെ, ചങ്കുറ്റത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് ഈ നിമിഷം ഞാനൊരു ദൈവ പൈതലായി തീരുവാൻ വേണ്ടി തീരുമാനമെടുക്കുക. കർത്താവെ, ഇന്നു മുതൽ ഞാൻ യേശുവിൻ്റെ കർത്താവാണ്, ദൈവമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ദൈവസ്ഥനിൽ പ്രാർത്ഥിക്കാൻ നിൽക്കും. ഞാൻ പാപം വെറുത്തുപേക്ഷിച്ച്, പാപം ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് വിശുദ്ധിയോടെ ഞാൻ ദൈവസ്ഥനിൽ പ്രാർത്ഥിക്കാൻ നിൽക്കും. ഞാൻ ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടെങ്കിൽ അവരോട് ക്ഷമിച്ച്, സ്നേഹിച്ച്, അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. വീണ്ടും ഞാൻ യേശുവിൻ്റെ തിരുശരീരത്താൽ വിശുദ്ധിയോടെ, വിശ്വാസത്തോടെ ഞാൻ കൈക്കൊള്ളും. യേശുവിനെ കൈക്കൊള്ളുന്നവൻ ദൈവ പൈതലാ. വീണ്ടും ഞാൻ മറ്റുള്ളവർക്ക് സമാധാനം നൽകും. ഞാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെടും. ഞാൻ മറ്റുള്ളവർക്ക് ആരും സഹായിക്കാൻ നിവൃത്തിയില്ലാത്ത പാവപ്പെട്ടവർക്ക് ഞാൻ ദാനം ചെയ്യും. അങ്ങനെ ഞാൻ ദൈവത്തിൻ്റെ മകനെന്നുള്ള അവകാശത്തോടെ, മകളെന്നുള്ള അവകാശത്തോടെ, ഞാൻ ദൈവമെന്നുള്ള അവകാശത്തോടെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കും. തീരുമാനമെടുക്കാം, കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് കേട്ട വചനപ്രകാരം നിങ്ങൾ മക്കളെങ്കിൽ അവകാശികളാ. ആരാണ് ദൈവത്തിൻ്റെ മക്കൾ? ആരാണ് പിശാചിന്റെ മക്കൾ? വചനം പറയുന്നു, പാപം ചെയ്യുന്ന ഏവനും പിശാചിന്റെ മക്കളാണ്. അങ്ങനെയാണെങ്കിൽ ഇന്നൊരു തീരുമാനമെടുക്കുക. കർത്താവേ, ഞാൻ പാപം ചെയ്ത് നിന്നെ വേദനിപ്പിച്ചൊരു വ്യക്തിയാണ്. യേശുവേ, അവിടുത്തെ കർത്താവും ദൈവമാണെന്ന് ഞാൻ കേട്ടിട്ടും അറിഞ്ഞിട്ടും ഞാനത് വിശ്വസിക്കാതെ ഏറ്റുപറയാത്തൊരു വ്യക്തിയാണ്. കർത്താവേ, എൻ്റെ ഹൃദയത്തിൽ അനേകം വ്യക്തിയോട് വെറുപ്പും വിദ്വേഷവും വാശിയും വൈരാഗ്യമുണ്ട്. ദൈവത്തിൻ്റെ മകൻ എന്നുള്ള അവകാശം പ്രാപിക്കാൻ ഇന്ന് വരെ എനിക്ക് സാധിച്ചിട്ടില്ല. കർത്താവേ, അവിടെ നിന്ന് എൻ്റെ കർത്താവാണ്, ദൈവമാണെന്ന് വിശ്വസിച്ച് ഏറ്റുപറഞ്ഞ് പാപം വെറുത്തുപേക്ഷിച്ച് ക്ഷമിക്കേണ്ടവരെ ക്ഷമിച്ച്
ദാനം ചെയ്ത് മറ്റുള്ളവരുടെ മുന്നിൽ ഞാൻ കർത്താവെ ഒരു ദൈവം എന്നുള്ള അവകാശത്തോടെ അനുഗ്രഹം പ്രാപിക്കാൻ ഇതാ എന്നെ തന്നെ സമർപ്പിക്കുന്നു. പരിശുദ്ധി അമ്മേ, ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സകല ശുദ്ധിമാന്മാരെ, ശുദ്ധിമതികളെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവമായ യേശുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം നല്ല പിതാവേ. ആമേൻ. Besmadito